ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 24,200 ബ്രേക്ക്ഔട്ട് നടത്തി മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ആ ബ്രേക്ക്ഔട്ട് നടന്നു. കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ നടന്നു. ഏകദേശം 400 പോയിന്റ് അടുത്ത് നിഫ്റ്റി റാലി നടത്തി. ഐ ടിയും അന്ന് നല്ല രീതിയിൽ റാലി നടത്തിയിട്ടുണ്ടായി. ഐ ടി 40,800 എന്ന് പറഞ്ഞ ലെവലിന് മുകളിലേക്കൊക്കെ ഐ ടി പോയിട്ടുണ്ട്. ഏകദേശം 3% ഐ ടി അന്ന് റാലി നടത്തി. ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ 789 പോയിന്റ് ആണ് ബാങ്ക് നിഫ്റ്റി റാലി നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്ന ആ റേഞ്ചിലേക്ക് ബ്രേക്ക്ഔട്ട് നടത്തി മുകളിലേക്ക് പോയി. ഇത് നമ്മൾ നാളത്തെ ലെവലായിട്ട് പരിശോധിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. 24,556 മെയിൻ സപ്പോർട്ടാണ്. അതുപോലെ 24,470, 24,400 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ലെവൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ലെവൽ എന്ന് പറയുന്നത് 24,336 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് ഏരിയ. ഈ 4 ലെവലുകളും നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനമായുള്ള സപ്പോർട്ടുകളാണ്. നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ലെവൽ നമുക്ക് പരിശോധിക്കാം. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. 34,698 എന്ന് പറയുന്നത്, അതായത് 34,700 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു റെസിസ്റ്റൻസ് 34,839 എന്ന് പറയുന്ന പോയിന്റും ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. അതിന് താഴത്തേക്ക് നമ്മൾ ഒരു മൈനർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ സാധിക്കും. 34,657 എന്ന് പറയുന്ന റേഞ്ച് പ്രധാനമായുള്ള ഒരു റേഞ്ച്. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും 34,657 എന്ന് പറയുന്ന ലെവലിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്, ഒരു സെല്ലേഴ്സ് ഉള്ള ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗ്യാപ്പ് അപ്പ് ഓപ്പണിന് ശേഷം ഈ ലെവലിലേക്കാണ് വരുന്നതെങ്കിൽ 24,556 വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലെവൽ ടച്ച് ചെയ്തുകൊണ്ട് നിഫ്റ്റി മുകളിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പിന്റെ എക്സ്പീരി ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം 200 പോയിന്റോളം പോസിറ്റീവ് കൊടുത്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 12,611 എന്ന് പറയുന്ന റേഞ്ച് പ്രധാനമായുള്ള സപ്പോർട്ടാണ്. അതുപോലെ 12,498, 12,500 എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ്. അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ 12,756 എന്ന് പറയുന്ന ഒരു ലെവല് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ 12,756 സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലെവല് 12,869 എന്ന് പറയുന്ന ലെവല് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് വെക്കാവുന്ന ഒരു മേഖല തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ 12,756 ടച്ച് താഴത്തേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ 12,700 എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ ലെവലിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ രണ്ട് ലെവലിൽ നമ്മൾ നോക്കാം. ഈ രണ്ട് ലെവലിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ താഴത്തേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും 12,500 താഴത്തേക്കാണ് സെൽ ഓഫ് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്